ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അർജന്റീനയിൽ നിന്നുള്ള അതീവ നിഗൂഢതകൾ നിറഞ്ഞൊരു സസ്പെൻസ് ത്രില്ലറാണ്, ബ്ലാക്ക് സ്നോ. ഇത് വെറുമൊരു കഥാവിവരണം മാത്രമല്ല, മനുഷ്യന്റെ അത്യാഗ്രഹവും കുറ്റബോധവും എങ്ങനെയാണ് ഒരു വ്യക്തിയെ പാടെ മാറ്റിക്കളയുന്നതെന്ന് ആയത്തിലുള്ള മനഃശാസ്ത്രപരമായ വിശകലനം കൂടിയാണ്. അർജന്റീനയിലെ പാറ്റഗോണിയൻ മലനിരകൾ കാഴ്ചയിൽ അതീവ മനോഹരമെങ്കിലും ഏകാന്തത നിറഞ്ഞൊരിടം. ഇവിടെയുള്ളൊരു പഴയ വീട്ടിൽ സാൽവഡോർ എന്ന മനുഷ്യൻ കഴിഞ്ഞ 30 വർഷമായി ലോകത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിയുകയാണ്. നാട്ടുകാരെ സംബന്ധിച്ച് അയാൾ 30 വർഷം മുമ്പ് സ്വന്തം അനിയനായ ലസാറോയെ വെടിവെച്ചു കൊന്ന കുറ്റവാളിയാണ്. നിയമത്തിന് മുന്നിൽ അതൊരു അപകടമായിരുന്നെങ്കിലും ആ ചോരക്കറ അയാളുടെ പേരിൽ നിന്ന് ഇന്നും മാഞ്ഞിട്ടില്ല. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഡയറക്ടർ ഒരു പ്രത്യേകതരം ഐസൊലേഷൻ അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. സാൽവഡോറിന്റെ ഈ ഒറ്റപ്പെടൽ അയാൾക്ക് സമൂഹത്തോടുള്ള പേടിയാണോ അതോ സ്വന്തം കുറ്റബോധത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണോ എന്ന് പ്രേക്ഷകർക്ക് ആദ്യമേ സംശയം തോന്നാം. ഈ ഏകാന്തത അയാളെ വേട്ടയാടുകയാണോ അതോ അയാൾ ഇത് സ്വയം തിരഞ്ഞെടുത്ത ശിക്ഷയാണോ? വർഷങ്ങൾക്ക് ശേഷം അയാളുടെ സഹോദരൻ മാർക്കോസും അയാളുടെ ഗർഭിണിയായ ഭാര്യ ലോറയും അവിടേക്ക് വരുന്നു. അച്ഛൻ്റെ മരണശേഷം ആ വീടും വിശാലമായ വനഭൂമിയും വിൽക്കാൻ സാൽവഡോറിന്റെ സമ്മതം വാങ്ങാനാണ് അവർ വന്നത്. മാർക്കോസ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഒരു കനേഡിയൻ കമ്പനി ആ ലാൻഡിനായി വലിയൊരു തുക വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മാർക്കോസിന്റെയും ലോറയുടെയും വരവിനോട് സാൽവഡോറിന് തികച്ചും തണുപ്പൻ സമീപനമാണ്. അയാളുടെ ഉള്ളിൽ വലിയൊരു സങ്കടമുണ്ട്. കാരണം അന്ന് അനിയൻ മരിച്ച ആ ദാരുണ സംഭവത്തിന് ശേഷം അച്ഛനും മാർക്കോസും സഹോദരി സബ്രീനയും സാൽവഡോറിനെ ആ മലമുകളിലെ വീട്ടിൽ തനിച്ചാക്കി നഗരത്തിലേക്ക് ചേക്കേറുകയായിരുന്നു. പിന്നീട് ഒരിക്കൽ പോലും മാർക്കോസ് അയാളെ ബന്ധപ്പെടാനോ നേരിൽ കാണാനോ ശ്രമിച്ചിട്ടില്ല. സാൽവഡോറിന്റെ ബോഡി ലാംഗ്വേജിൽ ദേശത്തേക്കാൾ ഉപരി ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് മാർക്കോസ് എത്തിയതിന്റെ ഒരു അമ്പരപ്പും വിരക്തിയുമാണ് കാണുന്നത്. സാൽവഡോർ ആ സ്ഥലം വിൽക്കാൻ തയ്യാറല്ല. ലസാറോ ഉറങ്ങുന്ന ഈ മണ്ണ് വിൽക്കാൻ എനിക്ക് കഴിയില്ല എന്നയാൾ തറപ്പിച്ചു പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് സാൽവഡോറിന്റെ കൈയാൽ കൊല്ലപ്പെട്ടു എന്നെല്ലാവരും വിശ്വസിക്കുന്ന ആ അനിയൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാർക്കോസിന്റെ ബോഡി ലാംഗ്വേജ് ആണ്. അയാൾക്ക് സാൽവഡോറിനോടുള്ളത് വെറുപ്പല്ല, മറിച്ചൊരു തരം അസ്വസ്ഥതയാണ്. വക്കീൽ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം അയാൾ അവിടെ വന്നു. തുടക്കത്തിൽ തന്നെ മാർക്കോസ് ലോറയോട് പറയുന്നുണ്ട് അയാൾക്ക് സാൽവഡോറിനെ കാണാൻ താല്പര്യമില്ലെന്ന്. ഇതിൽ നിന്ന് തന്നെ അവരുടെ ബന്ധത്തിൽ എന്തോ ഒരു വലിയ വിള്ളലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. സാൽവഡോറിനെ കണ്ടതിന് ശേഷം മാർക്കോസ് തന്റെ സഹോദരിയായ സബ്രീനയെ കാണാൻ പോകുന്നുണ്ട്. അവൾ ഇപ്പോൾ ഒരു മെന്റൽ ഹോസ്പിറ്റലാണ്. ലസാറോയുടെ മരണശേഷം മാനസികമായി തകർന്നു പോയ അവൾക്ക് ഇടയ്ക്കിടെ കടുത്ത മാനസിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. സബ്രീനയെ കാണുമ്പോൾ മാർക്കോസ് കരയുന്നുണ്ട്. സിനിമയുടെ നിഗൂഢത വർദ്ധിപ്പിക്കുന്ന ഒരു നിമിഷമാണിത്. ലോറ സബ്രീനയുടെ പഴയ പെൻസിൽ ഡ്രോയിങ്ങുകൾ കാണുന്നുണ്ട്. അവൾ കുട്ടിയായിരുന്നപ്പോൾ വരച്ച ചിത്രങ്ങളാണവ. ചുറ്റുമുള്ള വനം, ചെന്നായ്ക്കൾ, അവരുടെ കുട്ടിക്കാലം എന്നിവയെല്ലാം ഈ ചിത്രങ്ങളിൽ നിറഞ്ഞിരിക്കുന്നു. സബ്രീന അവളുടെ ചുറ്റുപാടുകളെ വളരെ കൃത്യമായി വരയ്ക്കാറുണ്ട് എന്ന് മാർക്കോസ് ലോറയോട് പറയുന്നുമുണ്ട്. ഈ ചിത്രങ്ങൾ സിനിമയിൽ വെറും ഒരു അലങ്കാരമല്ല. സബ്രീനയ്ക്ക് പുറത്ത് പറയാൻ കഴിയാത്ത പല കാര്യങ്ങളും അവൾ ആ ചിത്രങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വിരൽ ചൂണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ ഒളിഞ്ഞിരിക്കുന്നത് ഈ ഡ്രോയിങ്ങുകളിലാണ്. ഒരു കുട്ടിയുടെ നിഷ്കളതയോടെ വരച്ച ചിത്രങ്ങൾക്കുള്ളിൽ ഒരു ഭീകരമായ സത്യം ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന ആകാംക്ഷ പ്രേക്ഷകരിൽ വളർത്താൻ ഈ സീനിന് കഴിയുന്നുണ്ട്. ലോറ ആദ്യം അറിഞ്ഞിരുന്നത് ലസാറോ ഒരു മഞ്ഞുവീഴ്ചയിൽ മരിച്ചു എന്നാണ്. എന്നാൽ മാർക്കോസ് അവളോട് പിന്നീട് മറ്റൊരു കഥ പറയുന്നു. അവരുടെ അച്ഛൻ അതിക്രൂരനായ ഒരു മനുഷ്യനായിരുന്നു. സ്നേഹത്തിന് പകരം ഭയം വിതച്ച ആ അച്ഛന് എല്ലാവർക്കും പേടിയായിരുന്നു. ഒരിക്കൽ സബ്രീന ഉൾപ്പെടെ എല്ലാവരും കൂടി കാട്ടിൽ വേട്ടയാടാൻ പോയി. അവിടെ വെച്ച് സാൽവഡോർ അബദ്ധത്തിൽ ലസാറോയെ വെടിവെച്ചു കൊന്നു എന്നാണ് മാർക്കോസ് പറയുന്നത്. എന്നാൽ പിന്നീട് സാൽവഡോർ ലോറയോട് വെളിപ്പെടുത്തുന്നത് തികച്ചും വിപരീതമായ കാര്യമാണ്. അന്ന് അബദ്ധത്തിൽ വെടിവെച്ചത് മാർക്കോസ് ആയിരുന്നു. അച്ഛന്റെ ക്രൂരതയെ ഭയന്ന സാൽവഡോർ തന്റെ അനിയൻ മാർക്കോസിനെ രക്ഷിക്കാൻ ആ തോക്ക് വാങ്ങി കുറ്റം സ്വന്തം തലയിൽ ഏറ്റെടുത്തു. ഇവിടെ സിനിമ ഒരു പേഴ്സ്പെക്റ്റീവ് ഗെയിം കളിക്കുന്നുണ്ട്. ഒരേ സംഭവത്തെക്കുറിച്ച് രണ്ടുപേർ രണ്ട് തരത്തിൽ സംസാരിക്കുന്നു. ഇത് പ്രേക്ഷകരെ ഒരു ജഡ്ജ്മെന്റിൽ എത്താൻ അനുവദിക്കാതെ സസ്പെൻസ് നിലനിർത്തുന്നു. സാൽവഡോർ ചെയ്തത് വലിയൊരു ആത്മത്യാഗമാണോ അതോ അയാൾ ഒരു കള്ളം പറയുകയാണോ? ഈ വീട്ടിലെ ചുമരുകൾക്കും മഞ്ഞിനും എന്തോ വലിയ രഹസ്യം പറയാനുണ്ടെന്ന് ലോറയ്ക്ക് തോന്നി തുടങ്ങുന്നു. സ്ഥലം വിൽക്കുന്നതിനെ ചൊല്ലി സാൽവഡോറും മാർക്കോസും തമ്മിൽ കടുത്ത തർക്കമുണ്ടാവുന്നു. തർക്കം രൂക്ഷമായപ്പോൾ സാൽവഡോർ തോക്കെടുത്ത് മാർക്കോസിന് നേരെ ചൂണ്ടുന്നു. ഭർത്താവിനെ രക്ഷിക്കാനുള്ള പെട്ടെന്നുള്ള ആവേശത്തിൽ ലോറ തോക്കെടുത്ത് സാൽവഡോറിനെ വെടിവെക്കുന്നു. അയാൾ മരിക്കുന്നു. ലോറ ഒരിക്കലും ഒരാളെ കൊല്ലാൻ ഉദ്ദേശിച്ചതല്ല, ആ നിമിഷത്തെ ആവേശത്തിൽ ചെയ്തതായിരുന്നു അത്. ഉടൻ തന്നെ അവൾക്ക് ആ കാര്യത്തിൽ വലിയ കുറ്റബോധവും തോന്നുന്നു. പോലീസ് എത്തുന്നു. അവർ ഈ കുടുംബത്തെ നേരത്തെ അറിയാവുന്നത് കൊണ്ട് തന്നെ ഇതൊരു അപകട മരണമായി അവർ കണക്കാക്കുന്നു. വിശദീകരണങ്ങൾ നൽകാനായി മാർക്കോസ് പോലീസുകാരോടൊപ്പം സ്റ്റേഷനിലേക്ക് പോകുന്നു. ലോറ വീട്ടിൽ തനിച്ചാകുമ്പോഴാണ് സബ്രീന വരച്ച വിചിത്രമായ ചിത്രങ്ങൾ വീണ്ടും കാണുന്നത്. മറ്റൊരു നോട്ട്ബുക്കിൽ ലോറ ഓരോ ചിത്രങ്ങളുടെയും കടന്നുപോകും.
ആദ്യം തൻ്റെ ചുറ്റുപാടുമുള്ള വന്യമൃഗങ്ങളെയും ചെന്നായ്ക്കളുടെയും ചിത്രങ്ങൾ കണ്ട അവൾ പിന്നീട് കാണുന്നത് സബ്രീനയുടെയും മാർക്കോസിൻ്റെയും ഒന്നിച്ചു നിൽക്കുന്ന നഗ്നമായ ചിത്രങ്ങളാണ്. അതിലൂടെ അവൾ ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിയുന്നു. മാർക്കോസും സബ്രീനയും തമ്മിൽ പരസ്പര സമ്മതത്തോടുള്ള ഒരു ശാരീരിക ബന്ധമുണ്ടായിരുന്നു. ലസാറോ ഇത് നേരിട്ട് കണ്ടു. ക്രൂരനായ അച്ഛൻ ഇതറിഞ്ഞാൽ തൻ്റെ മരണം ഉറപ്പാണെന്ന് ഭയന്ന് മാർക്കോസ് ലസാറോയെ വകവരുത്താൻ ആ വേട്ടയാടൽ രാത്രിയിൽ പദ്ധതിയിട്ടു. സിനിമയിലെ ഏറ്റവും വലിയ ക്രൂരത ഇവിടെയാണ്. സ്നേഹനിധിയായ സാൽവഡോർ രക്ഷിക്കാൻ ശ്രമിച്ചത് ഒരു പാവം അനിയനെയല്ല, മറിച്ച് സാക്ഷിയെ ഇല്ലാതാക്കാൻ സ്വന്തം സഹോദരനെ കൊന്നൊരു കൊല്ലാളിയെയാണ്. ഇതിലും ഞെട്ടിക്കുന്ന കാര്യം, സാൽവഡോർ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല മാർക്കോസ് മനഃപൂർവ്വം ചെയ്ത കൊലപാതകമായിരുന്നു അതെന്ന്. സത്യം മനസ്സിലാക്കിയ ലോറ വലിയൊരു ആഘാതത്തിലാകുന്നു. അവൾ മാർക്കോസിനെ നേരിടാൻ തീരുമാനിക്കുന്നു. സ്റ്റേഷനിൽ നിന്ന് തിരികെ വന്ന മാർക്കോസ് വലിയ സന്തോഷത്തിലാണ്. സ്ഥലം വിൽക്കാനുള്ള കമ്പനിയുടെ വൻ തുക ഉറപ്പായി കഴിഞ്ഞു. അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇതോടെ തീരുമെന്ന് അയാൾ ലോറയോട് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ലോറ മാർക്കോസിനെ നേരിടുന്നില്ല. പകരം അവൾ പറയുന്നു, ലസാറോ കൊല്ലപ്പെടാനുണ്ടായ യഥാർത്ഥ കാരണം എനിക്കറിയാം. ഇത് കേൾക്കുന്ന നിമിഷം മാർക്കോസിന്റെ മുഖം മാറുന്നുണ്ട്. ലോറ സത്യം മുഴുവൻ മനസ്സിലാക്കിയോ എന്നുള്ള ഭയത്താൽ. എന്നാൽ തൻ്റെ ഭാവിയും കയ്യിൽ വരാനിരിക്കുന്ന വലിയ പണവും ഓർത്ത് ലോറ അവിടെ മറ്റൊരു കളി കളിക്കുകയാണ്. അവൾ നുണ പറയുന്നു. സാൽവഡോറും സബ്രീനയും തമ്മിലുള്ള ബന്ധം ലസാറോ കണ്ടതുകൊണ്ടാണ് സാൽവഡോർ അവനെ കൊലപ്പെടുത്തിയത്. എന്തുകൊണ്ടാണ് ലോറ നുണ പറഞ്ഞത്? ഇവിടെയാണ് സിനിമ മനുഷ്യന്റെ സ്വാർത്ഥതയെ വരച്ചു കാട്ടുന്നത്. പണം ഇപ്പോൾ ഒരു ഘടകമായി വന്നപ്പോൾ ഭൂതകാലം മറന്ന് ഒരു നല്ല ജീവിതം തുടങ്ങാൻ അവൾ ആഗ്രഹിക്കുന്നു. അതിനാൽ പാപം മുഴുവൻ മരിച്ചുപോയ സാൽവഡോറിന്റെ തലയിൽ വെച്ച് കെട്ടി അവൾ പുതിയൊരു ജീവിതം പടുത്തുയർത്താൻ തീരുമാനിക്കുന്നു. സിനിമ അവസാനിക്കുമ്പോൾ മാർക്കോസിന്റെ മുഖത്തെ ആ ഭാവം ശ്രദ്ധേയമാണ്. താൻ രക്ഷപ്പെട്ടു എന്ന ആശ്വാസം അവിടെ തെളിയുന്നുണ്ട്. എങ്കിലും നിരപരാധിയായ സാൽവഡോർ തനിക്ക് വേണ്ടി ചെയ്ത ത്യാഗവും താൻ ചെയ്ത കൊടും ക്രൂരതയും അയാളെ മരണം വരെ പിന്തുടരുമെന്ന് അയാൾക്കറിയാം. ബ്ലാക്ക് സ്നോ എന്നത് വെറുമൊരു പേരല്ല, അത് ആ കുടുംബത്തിന്റെ മലിനമായ മനസാക്ഷിയുടെ അടയാളമാണ്. പുറമേ വെളുത്തിരിക്കുമ്പോഴും ഉള്ളിൽ കറുത്തുപോയ മനുഷ്യബന്ധങ്ങളുടെ കഥ. ഈ സ്റ്റോറി വിശകലനം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ സിനിമാ വിശകലനങ്ങൾക്കായി കാത്തിരിക്കുക. നന്ദി.